മഴ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഉണ്ടോ ചോദിച്ചാൽ ഇല്ലേനി. ഇതെത്താ ഇപ്പോൾ ഇതൊക്കെ കാലാവസ്ഥ. ഇപ്പോൾ വെയിലൊക്കെ പോയി മഴ ആയിക്കണെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടൊക്കെ ഗംഭീര മഴയാണ്, വെള്ളപ്പൊക്കമാണൊക്കെ പറഞ്ഞത്. നമ്മളിവിടെ ഇപ്പോൾ മഴ ഇങ്ങനെ പാറ്റിയും കൊണ്ടിരിക്കുന്നല്ലാതെ കാര്യമായിട്ട് ഇവിടെ മഴയൊന്നുമില്ല. നമ്മുടെ നമ്പൂരിച്ചപ്പോൾ കുടിയിലുണ്ടോയെന്ന് പഠിച്ചവനറിയാം. ഏതായാലും ചെന്ന് നോക്കുക. മൂപ്പരായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞാൽ നമുക്കൊരു സുഖമാണേ. കണ്ടിട്ട് കുറേ സഹിക്കണു, ഉണ്ടോ നോക്കുക. അല്ലോ എന്തെത്താ ഇപ്പോൾ മൂപ്പര കുടിയിൽ ആകെ കൂടി കാടായിക്കണമല്ലോ ഇവിടെ. എന്തെത്താ ഇപ്പോൾ ഒരു പുകല്ലേ വിരിഞ്ഞിക്കണ. അല്ലോ എന്തോ ഒരു ചെറുക്കുള്ളൊരു പുക. എന്തത്തെ പുക അപ്പോൾ അത്? അല്ലോ നല്ല ചെറുക്കുള്ള ജാതി പുക്. നമ്പൂരിച്ചാ, അതോ നിങ്ങളല്ലേ പുകില്ല അറിഞ്ഞീന്ന്. അപ്പോൾ ഇതല്ലേ മനസ്സാ പുകൊക്കെ നിൽക്കണത്. നിങ്ങളെ അമ്പലത്തേക്ക് കൊടുക്കാൻ പുകില്ല എന്നൊക്കെ പറഞ്ഞ് എത്രങ്ങാനും പുകാപ്പോൾ ഇവിടെ നിങ്ങളെ കുടിയിൽ ആകെ കൂടി ഇവിടെ ആകെ കാടായിക്കണ്. പുഗും മരവും ഒക്കെ കൂടിയായിട്ട് ഇത് എന്താ കാടായിട്ട് നിൽക്കണം. ഇതൊക്കെ ഇത് വെട്ടിക്കളഞ്ഞൂടെ നിങ്ങൾക്ക്? അതേ ഹാജിയാരെ, ഇങ്ങോട്ട് കയറിയിരിക്കുക. അത് പൂവിൻ്റെ കാര്യം പറയുക വെച്ചാലേ, നിങ്ങളിപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചോ നിശ്ചയില്ല, ഒരു കുട്ടി ഒരു പൂവ് വായലിട്ടിട്ട് കടിച്ചു എന്നോ, എന്നിട്ട് എന്തോ പിറ്റേ ദിവസം വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല, മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ കാരണം എന്താണെന്നറിയോ? ഈ കാണുന്ന പൂവൊക്കെ പൂവാന്ന് വിചാരിക്കരുത്. പൂവ് തന്നെയാണ്, പക്ഷേ വിഷാംശങ്ങളുള്ള പൂക്കളും ചെടികളും നിറയണ്ടേ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് എല്ലാ പൂക്കളൊന്നും എടുക്കാൻ പാടില്ല. അത് കുറേ വിദ്യാസുരന്മാർക്ക് അറിയില്ല. എന്തെങ്കിലും പൂവ് കാണുമ്പോൾ അതൊക്കെ അരളിപ്പൂവേ പറഞ്ഞാൽ ആ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു വിഷച്ചെടി ഉണ്ട്, അതാണ് ഇപ്പോൾ ആ കുട്ടി കഴിച്ചിട്ടുള്ളത്. ആ ചെടികൾ പണ്ട് പോലെ തന്നെ ഇവിടെയൊന്നും ആരും ഉപയോഗിക്കാറുമില്ല, എടുക്കാറുമില്ല. ഇപ്പോൾ മരങ്ങളാണെന്ന് നോക്കുക. ഇപ്പോൾ ഇതാ ഈ നിൽക്കുന്നത് സപ്പോട്ട, ഇത് നല്ല മരമാണ്, അതിൻ്റെ കായ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ചാമ്പയ്ക്ക ഉണ്ടാവുന്ന ചെടിയാണ് ചാമ്പ. ഇതും നല്ല ചെടിയാണ്, കണ്ടുവോ? ഇതാ ഈ ചെടി. ഇനി ഇതാ അതിൻ്റെ അപ്പുറത്തതാ ആ ഉയർന്നു നിൽക്കണ മരങ്ങളിലെ നിറയെ ഇലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മരമാണ് ദന്തപ്പാല എന്ന് പറയുന്നതേ. ഈ ദന്തപ്പാലയുടെ വിശേഷം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഇല എടുത്തിട്ട് നമ്മുടെ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ വെച്ചാൽ ഉത്തമമാണ്. അല്ലെങ്കിൽ ഇനി ഏത് വെളിച്ചെണ്ണയായാലും വെളിച്ചെണ്ണ നല്ല വെയിലത്ത് വയ്ക്കുക. ഒരു 48 മണിക്കൂർ ഇതിൻ്റെ കുറേ ഇലകളും അതിൽ ഇട്ടതിന് ശേഷം വെയിൽ കൊള്ളിച്ചിട്ടേ ശരീരത്തിൽ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ ചൊറി ചിരങ്ങ ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും മാറുന്നതാണ് പറയുക. എന്നാലോ ഇപ്പോൾ താങ്കൾ കാണിച്ചു തന്ന ഈ പൂവതാ, ഇതൊക്കെ വിഷപ്പൂക്കളാണ്. ലില്ലിന്നോ വല്ലിന്നോ എന്താ പറഞ്ഞേക്കാം. ഈ സമയത്ത് മാത്രമേ ഉണ്ടാവൂ, മഴ പെയ്താൽ ഉണ്ടാവും. ഒരു കിഴങ്ങാണ് അടിയിൽ, അത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അതിൻ്റെ ഗുണമോ ദോഷമോ അറിയില്ല. ഏതായാലും പൂവെന്നുള്ള നിലയ്ക്ക് അത് ഉപയോഗിക്കാറില്ല, മനസ്സിലായില്ലേ? എന്നാൽ അതാ ഇത് പുതിന ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ബിരിയാണി കഴിക്കുമ്പോഴോ അതിലെന്തൊക്കെയോ ഇടുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ദഹനം കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ചെടി. നമുക്ക് ഉപയോഗിക്കാം, പിന്നെ അമ്പലത്തേക്ക് ഉപയോഗിക്കില്ല, എന്നാലും ഞാൻ ഒരു ചെടി കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്നാൽ ഈ പൂവോ, ഇത് നിത്യകല്യാണി എന്നിപ്പോൾ ഇവിടെ പറയും, വേറെ ഓരോ സ്ഥലത്തും ഓരോ പേരാ പറയുക. ഇതും ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് വിഷാംശം ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ പൂക്കൾ എടുക്കാൻ പാടില്ല എന്നാണ് പറയുക, മനസ്സിലായില്ലേ? എന്നാൽ ഇത് ഇങ്ങോട്ട് നോക്കുക. തെച്ചി ഇതാ വിരിഞ്ഞ് നിൽക്കണു. തെച്ചി പറഞ്ഞാൽ വിശേഷപ്പെട്ട ഒരു ചെടിയാണ്. അതിൻ്റെ പൂക്കൾ, ആ പൂക്കൾ എടുത്തിട്ട് എണ്ണ കാച്ചാനും തലയെ തേക്കാനും ഇതൊക്കെ പറ്റും. വേറെയും ഒരുപാട് ഔഷധ ഗുണങ്ങളെന്ന് വൈദ്യന്മാർക്കാണ് കൂടുതൽ അറിയുക. എന്തായാലും ക്ഷേത്രത്തിലേക്ക് മാല കെട്ടാൻ ഉപയോഗിക്കും. അതുപോലെ വേറെന്താ, തുളസി കണ്ടില്ലേ? ഇതിൻ്റെ ഇലയാണ് എടുക്കുക, അതിൻ്റെ ഇതെടുക്കില്ല, കതിരെടുക്കില്ല. ഇല എടുത്തിട്ട് അതിൻ്റെ ഗുണം എന്താ? ഇതും മാല കെട്ടാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ പനി, അതുപോലെ തന്നെ ശരീരവേദന അങ്ങനെയുള്ളതൊക്കെ മാറിക്കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെയാണ് എടുക്കുക. അല്ലാതെ ഏത് പൂവ് കണ്ടാലും അതൊക്കെ അമ്പലത്തേക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, അങ്ങനെ എടുക്കാനും പാടില്ല. അങ്ങനെ ആചാരം തെറ്റിച്ചിട്ട് അല്ലെങ്കിൽ വിവരമില്ലാതെ കുറേ വിദ്യാസുരന്മാർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നത്. എല്ലാം ദൈവവിശ്വാസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവിശ്വാസം മാത്രമല്ല, അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു മേഖലയാണ്. അതിനൊന്നും അറിയാതെയും പഠിക്കാതെയും എന്തെങ്കിലും വെറുതെ മതമാണ് ജാതിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജാതി മതം പറയുന്നത് ല്ല. ഇതിനെക്കാട്ടിലൊക്കെ അതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടോ, ഇത് നെല്ലി നിൽക്കണു. നെല്ലി ഒരു നല്ല ഔഷധമുള്ള മരമാണ്. അപ്പോൾ ഇവിടെ ചുറ്റുപാടും വളർത്തിയിട്ടുള്ള ചെടികളൊക്കെ നല്ല ഔഷധ വീര്യമുള്ളതാണ്. ഇതപ്പോൾ ഈ ഒരു പൂവ്, ഇതൊക്കെ കുട്ടികൾ ഇവിടുന്നൊക്കെ ഇത് ഓണത്തിന് പൂടാനൊക്കെ പറ്റും. ഇത് ദോഷങ്ങളൊന്നുമില്ല. അതായത് ഇവിടെ ഇപ്പോൾ എന്താ അതിന് പറയുക, ഈ ഒടിച്ചൂത്തി പൂച്ചെടി എന്ന് പറയും. പൂച്ചെടി എന്ന് പറഞ്ഞാൽ ഒടിച്ചൂത്തി പൂച്ചെടി എന്നൊക്കെ പല പേരും പറയും. ഇതൊക്കെ ദോഷമില്ലാത്ത ചെടികളാണ്, പക്ഷേ ഈ പൂക്കളൊന്നും അമ്പലത്തേക്ക് എടുക്കില്ല. പിന്നെ അലരി പറഞ്ഞ വൃക്ഷമാണിത്, അരളി അല്ല അലരി. ഇതിൻ്റെ പൂക്കളും എടുക്കാറുണ്ട്. അതും പണ്ട് മുതൽക്കന്നെ അച്ഛൻ്റെ കാലം മുത്തച്ഛൻ്റെ കാലം മുതൽക്കന്നെ എടുക്കാറുണ്ട്. അതിനൊന്നും ദോഷങ്ങൾ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ നിൽക്കുന്നത് ഒരു തുളസിയാണ്.
ശരി, തുളസിയൊക്കെ ധാരാളമുണ്ട്. അതുപോലെ ചെമ്പരത്തി ഔഷധ ഗുണമുള്ള ചെടികളാണ്. ഇതിൽ പൂക്കളൊക്കെ ഇപ്പോൾ രാവിലെ പൂജയ്ക്ക് എടുത്തിരിക്കുന്നു. ഇതാ മുട്ടയിൽ നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഗുണങ്ങളുള്ള ചെടികളാണ്. എന്നാൽ ഇത് ഏതോരോ എനാടെന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതൊക്കെ ഭംഗിക്കുക എന്നല്ലാതെ അതിൻ്റെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ്. നാളികേരം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പുതിയത് ഇട്ടിട്ട് വേണം. പിന്നെ ഇതൊരു ആപ്പിൾ ചാമ്പയാണ്. ഇതിനൊക്കെ ഗുണങ്ങളുള്ള ചെടികളാണ്. ഇതൊക്കെ വൃക്ഷങ്ങളും ചെടികളൊക്കെ ചുറ്റുപാടും തെച്ചി ഇതാ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടെന്നറിയേ. പിന്നെ നോക്കൂ, ഇതാ അത് വെളുത്ത പുഷ്പം കണ്ടുവോ. ഇതാണ് നന്ദ്യാർവട്ടം. ഈ നന്ദ്യാർവട്ടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കണ്ണിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാവുക വെച്ചാൽ അതങ്ങോട്ട് കുറച്ച് പൂവെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് കണ്ണിലേക്ക് അങ്ങോട്ട് ഒറ്റിച്ച് കഴിഞ്ഞാൽ കണ്ണ് സൂക്കൾ മാറും. ചൊറിയോ കണ്ണിലുള്ള വേദനയോ അതൊക്കെ അങ്ങോട്ട് മാറും എന്നാണ് പറയുക. മനസ്സിലായില്ലേ. മുരിങ്ങയുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പേരയ്ക്ക എന്ന് പറയും. ഇവിടേക്ക് അടയ്ക്കാപ്പഴം എന്നാണ് പറയുക. പേരയ്ക്ക, ഇങ്ങനെയുള്ള ചുറ്റും തെങ്ങ്, വാഴ, ഇത്തരം വൃക്ഷങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ നട്ടുപിടിപ്പിക്കാറുള്ളൂ. പിന്നെ കുട്ടികളാകുമ്പോൾ പല ചെടികളൊക്കെ കൊടുന്ന് വെക്കാറുണ്ട്. ഞാനത് ശ്രദ്ധിക്കാറില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഈ റബ്ബറും കൂടി വെക്കാൻ സമ്മതിക്കില്ല. കാര്യമായിട്ട് തെങ്ങ്, കവുങ്ങ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വെക്കുക. ഇപ്പൊക്കെ മാറി. ഇനിയൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടി ഇതാ നിൽക്കണം. നോക്കൂ, ഇതായി നിൽക്കണം മരം കണ്ടുവോ. ഇതെന്താണെന്നറിയോ? ഞമ്മക്ക് എങ്ങനെ അറിയാനാ? ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞോളൂ. എന്തത്തെ മുമ്പിൽ കുറേ മുള്ളുണ്ടല്ലോ. എൻ്റെ ഹാജിയാരെ, ആ മരത്തിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇത് അമ്പലത്തേക്ക് മാല കെട്ടാതിൻ്റെ പൂക്കളില്ലാവില്ല. ഇതിന് ഇല ഉണ്ടാവുക. ആ ഇലകളെടുക്കുക. ആ ഇല ഞാൻ കാണിച്ചു തരാം. ഒരില എന്ന് പറഞ്ഞാൽ 3 എണ്ണം കൂടി, 3 ഇണർപ്പ് കൂടിയതാണ് ഒരില. അതാണ് കണ്ടോളുക. ഇത് കണ്ടുവോ. ഇതാ കണ്ടുവോ. ഈ 3 ഇല കൂടിയതാണ് കൂവളെന്ന് പറയും ഇതിന്. ഈ കൂവളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതായത് സ്ഥിരം കൂവളത്തിൻ്റെ ഇല കടിച്ച് വെച്ച് തിന്നുകയാണെന്ന് വെച്ചാൽ മൂർഖം പാമ്പ് കടിച്ചാലും കൂടി വിഷം ഏൽക്കില്ല എന്നാണ് പറയുക. മനസ്സിലായില്ലേ. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി കുട്ടികളുടെ വൈദ്യത്തിന് ഒക്കെ പറയുകയാണെന്ന് വെച്ചാൽ, ഈ ചെറിയ കുട്ടികൾ നമ്മൾ സാധാരണ കുളിപ്പിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ പതിവായിരുന്നു. അതായത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 വയസ്സാവുന്നവരെ കുട്ടിയെ കുളിപ്പിക്കുന്ന ആ വെള്ളത്തിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം മുറ്റത്ത് കോരി വയ്ക്കും. കോരി വെച്ചിട്ട് ഇതാ ഈ ഇല, ഇതിന് മുഞ്ഞാന്ന് ഇവിടെ പറയും. ഇനിയിപ്പോൾ ദൂരത്ത് വൈദ്യന്മാർക്ക് അറിയുന്നതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് വെച്ചില്ല. ഇതാ മുഞ്ഞ. ഈ മുഞ്ഞയുടെ ഇല ഒരു 10 ഇല എടുത്തിട്ട് ആ വെള്ളത്തേക്ക് ഇടും. അങ്ങനെ ചൂടായി 1 മണിക്കൂറൊക്കെ വെയിലത്ത് വെച്ചാൽ വെള്ളം ആവശ്യത്തിനുള്ളൊരു ചൂടുണ്ടാവും. ആ ചൂടുവെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ജലദോഷവും പനി ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള സസ്യങ്ങളും അതുപോലെ തന്നെ പൂക്കളൊക്കെയാണ് എടുക്കും കൊടുക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും കുറേ വിഡിത്തങ്ങൾ ചെയ്തിട്ട്, ഇത് ചീനാമുളക് എന്ന് പറയും, കാന്താരി എന്നൊക്കെ പറയും, അങ്ങനെ ഇത്തരം ആവശ്യമുള്ള മരങ്ങളും ചെടികളുമാണ് ഞങ്ങൾ സാധാരണ നട്ടുപിടിപ്പിക്കാറും അതുപോലെ തന്നെ പൂജയുടെ ആവശ്യത്തിനായാലും എന്താവശ്യത്തിനായാലും ഉപയോഗിക്കാറ്. മനസ്സിലായില്ലേ. അല്ലാതെ എന്തെങ്കിലും ഒന്നും ഉപയോഗിക്കാറില്ല. അല്ലം പൊരിച്ച നമ്മളൊന്ന് ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാ ബുക്കും പറ്റൂല, എല്ലാ ചെടിയും പറ്റൂല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പല കുടിയിലും അതുപോലെ തന്നെ ഇപ്പോൾ മലമ്പൊഴി അവിടെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ എത്രങ്ങാനും പൂക്കളും ചെടിയും ഒക്കെയാണ് കാണുന്നത്. ഇപ്പോൾ അതൊക്കെ പറ്റൂല എന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഹാജിയാരെ, പറ്റില്ല എന്ന് നോൻ പറഞ്ഞില്ല. ഒക്കെ കാഴ്ചയ്ക്ക് കൗതുകമുള്ള പല സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ മനുഷ്യരുടെ കാര്യം എടുത്തു നോക്കുക. നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാർ വരുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ മോട്ടോർ സൈക്കിളിലൊക്കെ വന്നിട്ട് ആൾക്കാരെ മാല പൊട്ടിച്ചു പോകണു. അതുപോലെ തന്നെ കള്ളന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ വിരൂപരമൊന്നുമല്ല, നല്ല ഭംഗിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഭംഗിയുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഭംഗി നന്നായിക്കോണമെന്ന് ഇല്ല. മനസ്സിലായിട്ടുണ്ടോ. അപ്പോൾ അതൊന്നുമല്ല കാര്യം. ഭംഗിയുണ്ട് കാര്യമില്ല. ഉപകാരം നടക്കണം വിചാരിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ വേണം. ഒരു മനുഷ്യനായാലും ശരി, മരങ്ങളാണെച്ചാലും ശരി, ഇനി മൃഗങ്ങളാണെന്ന് വെച്ചാലും ശരി, ഗുണമുള്ളതും ദോഷമുള്ളതുമുണ്ട്. ദോഷമുള്ള വൃക്ഷങ്ങൾ ധാരാളമുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ കാട്ടിലൊക്കെ പോയാൽ ചില മരങ്ങളൊക്കെ വൃക്ഷങ്ങളും ഇലകളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭ്രാന്താവുന്നാണ് കേൾക്കണേ. അപ്പോൾ അങ്ങനത്തെ മരങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വളർത്താതിരിക്കുക. ഇനി എവിടെയെങ്കിലും ആരെങ്കിലും വളർത്തി വിചാരിച്ചിട്ട് നമ്മളത് വളർത്തിക്കോണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ വീടിൻ്റെ ചുറ്റും വളർത്തുന്നതും അതുപോലെ തന്നെ പൂജയ്ക്ക് എടുക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്നതും മാല കെട്ടുന്നതും ഒക്കെ വെച്ചാൽ എന്തായാലും ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ. എന്തെങ്കിലും ആരെങ്കിലും അത് ചെയ്തു അതുകൊണ്ട് നന്നായി വിചാരിക്കാൻ വയ്യ. ഒരാൾ ആചരിക്കേണ്ട വെച്ചിട്ട് അത് ശരിയാണെന്നല്ല, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഉപയോഗിക്കരുത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു വകുപ്പും തരമൊക്കെ ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വേണം ഉപയോഗിക്കാൻ. അല്ലാതെ എല്ലാം ഉപയോഗിച്ചിട്ടൊക്കെ നന്നായി വരുന്നത്. കാട്ടുചെടികളൊക്കെ പറിച്ച് നിന്നിട്ട് ചിലവർക്ക് ചിലപ്പോൾ വയറിളക്കം വരും, ചിലവരും മരിച്ചു തന്നെ വരും. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഒന്ന് മനസ്സിലാക്കുക, പഴമക്കാരൊന്നും വെറുതെ പറയണില്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ അത് വളരെ സത്യമാണെന്നാണ് വിചാരിക്കുക. അതുകൊണ്ട് നല്ലതല്ലാത്ത ഒരു സാധനവും ഉപയോഗിക്കാതിരിക്കുക, എടുക്കാതിരിക്കുക. ഇനി ആരെങ്കിലും വിഡിത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലേ? ഹലോ, ഇപ്പം നിങ്ങളുടെ അടുത്ത് വരുകൊണ്ട് ഇപ്പോൾ കുറേ ഉപകാരം കിട്ടിയിരിക്കണം. ഏതായാലും നന്നായി. എന്നാലേ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കുടിക്ക് പോകാൻ നേരില്ല, ഒന്ന് നിസ്കരിക്കാട്ടെ. ഞാൻ എന്നാലും പള്ളിക്ക് പോവുകയാണ്. ഇനി നമുക്ക് പിന്നെ കാണാം. നിങ്ങളുടെ അടുത്ത് ഒന്നും കൂടിയും കൂടണം. എന്നിട്ട് നമുക്കിതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എന്താ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊരു കാര്യമാണെന്ന് ഇപ്പോൾ നമുക്കും തോന്നുന്നു. എന്നാൽ പോട്ടെ കേട്ടോ, ഇനി പിന്നെ വരണ്ട്. ഓക്കെ, ശരി, പോയിട്ട് വരിക.